മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി കലാപമാണ് നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് കൊണ്ട് എനിക്കെതിരെ ഭീഷണിയുമായിട്ട് നിരവധി ആളുകൾ, എന്റെ വീട്ടുകാരെ ഉൾപ്പെടെ തെറി വിളിച്ചോണ്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. ആ തെറി വിളിച്ചതൊന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അത്തരം തെറി വിളിച്ചതൊന്നും ഇവിടെ കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, അത് വായിക്കാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിലുള്ള തെറിവിളികളാണ് എന്നെ അല്ല എന്റെ വീട്ടുകാരെ വിളിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. എനിക്ക് വേണ്ടിയിട്ട് കബറ് കുഴിച്ച് കാത്തിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അനക്കുള്ള പണി വരുന്നുണ്ട്, നേപ്പാളും ബംഗ്ലാദേശും നെക്സ്റ്റ് ഇന്ത്യ, അനക്ക് ഞാനൊരു ഖബർ കുഴിക്കുന്നുണ്ട്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുള്ളതാ. ഇത്തരം മെസ്സേജ് അയക്കുന്ന ഒരാളെയും ഫോളോ ചെയ്യാതെ ഒരു ഫോട്ടോയും വെക്കാതെ ഇത്തരം ഭീഷണിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന ആളുകളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം മുഖം പോലും വെക്കാൻ ധൈര്യമില്ലേ? ഇനി ഇതൊക്കെ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നിലേക്കാണ് ഞാൻ വെക്കുന്നത്. ഈ ഒരു മെസ്സേജ് ഒക്കെ അയച്ചത് ആരാണെങ്കിലും കേരളത്തിലെ സൈബർ സെല്ലിന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. ഞാൻ അവർക്ക് മുന്നിലേക്ക് തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് മുന്നോട്ട് വെക്കുന്നു. ഇനി അടുത്ത ഒരു ഉദാഹരണമാണ് അലി അക്ബർ ഷാ. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ ഫസൽ ഡാഷ് മോനെ, അതായത് ഞാൻ ആ പച്ചത്തെറി വിളിക്കാതിരിക്കുകയാണ്. വെടിവെച്ചു കൊല്ലാൻ ആരുമില്ലേ? എന്നെ തീർക്കാൻ ആരുമില്ലേ എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. എന്താണ് ഇവരൊക്കെ എന്താ കരുതിയത്? ഇവന്റെയൊക്കെ സുഡാപ്പികൾ ഭരിക്കുന്ന രാജഭരണമാണെന്നോ ഈ രാജ്യത്ത്? ഈ രാജ്യത്ത് ജനാധിപത്യ ഭരണ, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഈ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നതുകൊണ്ട് എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ അക്ബർ ഷായുടെ ഫോട്ടോയുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ ആരാണ്? തീർക്കാനൊക്കെ ഇറങ്ങാൻ ഇവരൊക്കെ ആരാണ്? അടുത്തതാണ് ഒരു മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് മറ്റൊരു കമന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഇത്തരത്തിലാണ്. ഞാൻ വായിക്കുന്നില്ല, ഇവരൊക്കെ എന്റെ വീട്ടുകാരെ വിളിക്കുന്ന തെറിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മോനെ, നിന്നെ വെടിവെച്ചു കൊല്ലാൻ ആരുമില്ലേ? വർഗീയ വിഷമേന്ന്. വർഗത്തിന് വേണ്ടി വാദിക്കുന്നവരെയാണ് വർഗീയവാദികൾ എന്ന് പറയാറുള്ളത്. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് വർഗീയവാദമാണെങ്കിൽ ആ വർഗീയവാദം ഞാൻ അന്തസ്സോടുകൂടെ ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇത്തരം എന്നെ അങ്ങ് ഇല്ലാതെയാക്കും എന്നുള്ള ഭീഷണികൾക്ക് മുന്നിലൊന്നും മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം ഭീഷണിപ്പെടുത്തുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ഇവിടെ ഒന്നും ഏൽക്കില്ല. അത് കൃത്യമായിട്ട് തന്നെ അങ്ങ് മുന്നോട്ട് വെച്ച് തരാം. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല. ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പണം കിട്ടിയാൽ ആരും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. നിങ്ങളുടെ പണമോ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലിന് മുന്നിലോ എന്റെ നട്ടെല്ല് വിളയ്ക്കുമെന്ന് ഇത്തരം ഒരാൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കേരളത്തിന്റെയൊക്കെ കാറ്റ് മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ ദേശീയത ഉയരുക തന്നെ ചെയ്യും. ആ ദേശീയതയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് ആവുന്നത് പോലെ ഞാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിരന്തരം എന്റെ ശബ്ദം അതിനുവേണ്ടി മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും. ഇപ്പോ കേരളത്തിൽ ഇത്തരം ഭീഷണികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ കൃത്യമായിട്ട് പേളിമാണിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവിടെ മുന്നോട്ട് വെക്കാം. പേളിമാണി ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തി. ഞാൻ അത് ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിന് പേളിമാണിയുടെ വീട്ടുകാരെ പോലും ഭീഷണിപ്പെടുത്തി പേളിമാണിയും നാട്ടാലെ നിവർത്തി രംഗത്ത് വന്നിട്ട് കുങ്കുമ കളറാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപേ ആയിട്ട് ഇവിടെയുള്ള സിനിമാ മേഖലയിലെ ആളുകള്, ഇവിടെയുള്ള സുഡാപ്പികള്, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകള് എന്ത് കണ്ടിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് ഞാനൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം. പേളിമാണി എന്തായിരുന്നു പറഞ്ഞത് എന്ന് ആദ്യം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പേളിമാണിയോടൊക്കെ ഇരുന്ന് സുഡാപ്പികളും സിനിമാ മേഖലയിലെ ആളുകളും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവർ പറഞ്ഞിട്ടുള്ളതാണ്,
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വേദനാജനകമായിരുന്നു. അവ നമ്മളെല്ലാം നിർത്തി ചിന്തിക്കാൻ നിർബന്ധിതരാക്കി. നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ശക്തി, ഐക്യം, നിശ്ചയദാർഢ്യം എന്നിവയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘർഷങ്ങളുടെയും ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അതെന്നിൽ എന്തോ മാറ്റം വരുത്തി. എനിക്ക് തോന്നുന്നത്, ദയവായി വേദനിക്കരുത്, ദയവായി സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുക. ഒരു കാരണവശാലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഓരോ വിദ്യാർത്ഥിയും ആരുടെയെങ്കിലും കുട്ടിയാണ്, ആരുടെയെങ്കിലും സ്വപ്നമാണ്, ആരുടെയെങ്കിലും മുഴുവൻ ലോകവും. മറ്റു പലരെയും പോലെ നമ്മുടെ വിദ്യാർത്ഥികൾ സുതാര്യവും നീതിയുക്തവും എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ തുല്യ അവസരം നൽകുന്നതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ കേൾക്കപ്പെടാൻ അർഹരാണ്. സമാധാനപരമായി സ്വയം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം തോന്നാനും അർഹതയുണ്ട്. അതേസമയം ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും മറച്ചുവെക്കപ്പെടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതൊരു പ്രസ്താവനയും ഇത്രയും വലുതാവുമ്പോഴെല്ലാം വികാരങ്ങൾ ഉയർന്നു വരുന്നു, വ്യത്യസ്ത ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ സംഭാഷണം കൂടുതൽ സങ്കീർണമാകും. എന്റെ പ്രതീക്ഷ വിദ്യാർത്ഥികളിലും അവർ നമ്മളോട് കെട്ടിപ്പടുക്കാൻ ആവശ്യപ്പെടുന്ന ഭാവിയിലും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. സമാധാനപരമായ ആവിഷ്കാരത്തിനുള്ള അവകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അക്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആരിൽ നിന്നാണ് വരുന്നതെന്ന് പ്രശ്നമല്ല. ചരിത്രം പ്രസ്ഥാനങ്ങളെ ഓർമ്മിക്കുന്നത് അവ എന്തുകൊണ്ട് ആരംഭിച്ചു എന്നതിന് മാത്രമല്ല, അവ എങ്ങനെ വികസിച്ചു എന്നതിനും കൂടിയാണ്. വർഷങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ധൈര്യം, അനുകമ്പ, അർത്ഥവത്തായ മാറ്റം, വേദനയോ ഭയമോ വിഭജനമോ അല്ല, ശക്തമായ ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ സഹായിച്ച ഒരു തലമുറ എന്നിവ നമുക്ക് ഓർമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ നിങ്ങളിൽ പലരും എന്റെ ചിന്തകൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു. ചിലർ എന്നെ പ്രോത്സാഹിപ്പിച്ചു, മറ്റുള്ളവർ എന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്തു. എനിക്ക് രണ്ടും മനസ്സിലായി. വാക്കുകൾ പലരിലേക്കും എത്തിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സമയങ്ങളിൽ ശ്രദ്ധയോടെ സംസാരിക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. സത്യസന്ധതയോടും ബഹുമാനത്തോടും പ്രതീക്ഷയോടും കൂടെ എല്ലാറ്റിനും ഉപരി ഞാൻ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും, ഓരോ ഉദ്യോഗസ്ഥരുടെയും, ഓരോ പൗരന്റെയും സുരക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം നമ്മെ നയിക്കട്ടെ, കാരുണ്യം നമ്മെ ഒന്നിപ്പിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും തുല്യ അവസരവും സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു ഭാവി നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ. അവസാനത്തെ ഒരു കാര്യം, ഇന്ന് എനിക്കറിയാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ്. നാളെ പുതിയ വസ്തുതകൾ ഉയർന്നു വന്നാൽ എന്റെ അഭിപ്രായം പഠിക്കാനും പ്രതിഫലിപ്പിക്കാനും മാറ്റാനും ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. ബലഹീനതയെ വളർച്ചയായും ഉത്തരവാദിത്തമായും ഞാൻ കാണുന്നില്ല. അതിനാൽ ദയവായി എന്റെ അഭിപ്രായം ഉൾപ്പെടെ ആരുടെയും അഭിപ്രായം സമ്പൂർണ്ണ സത്യമായി സ്വീകരിക്കരുത്. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അറിവുള്ളവരായിരിക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സ്വന്തം മനസ്സ് ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരേ ഒരു സ്വാധീന ശക്തിയായിരിക്കട്ടെ എന്ന് പറയട്ടെ. ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് വിവരമുള്ളവരും അനുകമ്പയുള്ളവരും അവർ വിധിക്കുന്നതിന് മുമ്പ് കേൾക്കാൻ തയ്യാറുള്ളവരുമായ ആളുകളാണ്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഇന്ത്യ അതാണ്. എല്ലാവർക്കും സമാധാനം, സ്നേഹം, സംഗീതം. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന്, ഈ ഒരു പോസ്റ്റ് കേൾക്കുന്ന ഏതൊരു വിവേകമുള്ള മലയാളിക്കും അറിയാം, അവർ വിവേകത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് അവർ തുറന്ന കാര്യങ്ങൾ പറയുന്നു. അതായത് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്നുള്ളത് ഉൾപ്പെടെ അവർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൃത്യമായിട്ട് അവർ പറയുന്നു ഈ രാജ്യമാണ് ഏറ്റവും വലുത് എന്ന്. അത് ദഹിക്കാഞ്ഞിട്ട് പേളിമാണിയെ വലിയ രീതിയിൽ ആക്രമിച്ചു. വലിയ രീതിയിൽ ഇവരുടെ ഫാമിലിയിലേക്ക് പോലും ആളുകൾ ആക്രമണം നടത്തി. നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളായി പറയുന്നത് ഇതിനും ചൂട്ടാ മറുപടിയുമായിട്ട് പേളിമാണി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഇരന്ന് വാങ്ങിയതാ. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
എന്റെ പോസ്റ്റ് ഒരു ട്രിഗർ മുന്നറിയിപ്പോടെ വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അത് പലരെയും അസ്വസ്ഥരാക്കി. അത് വളരെയധികം ആളുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സമാധാനവും സുരക്ഷയും അക്രമരാഹിത്യവും വേണം. ഈ ആളുകൾ ആരാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഒരു പരാജയപ്പെട്ട സിനിമാ നിർമ്മാതാവ് എന്റെ 4 പേജ് പോസ്റ്റിനെ കുറിച്ച് 10 പേജുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. കഴിയുന്നത്ര അനാരോഗ്യകരമാക്കാൻ മുളക് പൊടിയും അജിനാമോട്ടോയും ചേർക്കുന്നു. എന്റെ പ്രിയപ്പെട്ടത്, എന്റെ 2 കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണോ എന്ന് ചിലർ പരിഹാസത്തോടെ ചോദിക്കുന്നു. അവർ പെൺകുട്ടികളാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. ശരി, അവർ പെൺകുട്ടികളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്റെ പ്രസ്താവന മാറ്റാൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? അതിന് നിങ്ങൾ ആദ്യം അവരുടെ അമ്മയെ തൊടണം. നിങ്ങൾ തെറ്റായ വ്യക്തിയുമായി വഴക്കിടുകയാണ്. നിങ്ങൾ എനിക്ക് സംസാര സ്വാതന്ത്ര്യം നൽകേണ്ടതില്ല. ഇതിനകം അത് എനിക്കുണ്ട്. ഞാൻ അത് ഉപയോഗിക്കും. ഞാൻ നിങ്ങളുടെ പതിവ് പാവയല്ല, ഞാൻ പേളിമാണിയാണ്. അതെ, എന്റെ പ്രിയപ്പെട്ട നിറം കുങ്കുമമാണ്. നമ്മുടെ ഇന്ത്യൻ പതാകയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണെന്ന് ഞാൻ കരുതുന്നു. എത്ര കരുത്തുറ്റ മറുപടിയുമായിട്ടാണ് പേളിമാണി ഈ രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് വിവേകമുള്ള ഓരോ മലയാളിയും ഹൃദയത്തിൽ നിന്ന് പേളിമാണിക്ക് ഇതിന് കയ്യടി കൊടുക്കണം. കാവിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറമെന്ന് അവർ തുറന്നടിച്ചതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു ഇഷ്ടപ്പെട്ട കളറ് പോലും പറയാൻ അവസരമില്ലാത്ത രീതിയിലാണോ കേരളം മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെ രീതിയിലാണ് പേളിമാണിക്കെതിരെ ആളുകൾ ഇവിടെ തോന്നിയത് വിളിച്ചു പറയുന്നത്? നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ സിനിമാ മേഖല, അതേപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങള്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നിരന്നങ്ങനെ നിൽക്കുക. അവരൊക്കെ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് കൊടുങ്കാറ്റായിട്ട് പേമാരിയായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും ആ പേമാരിയിലും ആ കൊടുങ്കാറ്റിലും ഒരു തവണ പോലും അടിപതറാതെ എത്ര സുന്ദരമായിട്ടാണ് തന്റെ നിലപാട് ശക്തമായിട്ട് പേളിമാണി ആഞ്ഞടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ ഒരു പേമാരിയും കൊടുങ്കാറ്റുക നമ്മുടെ രാജ്യത്തിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ. ആ പേമാരിയിലും കൊടുങ്കാറ്റിലും പെടാതെ ആര് നിൽക്കുന്നോ അവരെ രാജ്യസ്നേഹികൾ ഹൃദയത്തിലേറ്റിട്ട് അവർക്ക് വേണ്ടി കൈയടിക്കുക തന്നെ ചെയ്യണോ? കേരളം മാറിക്കൊണ്ടിരിക്കുക, കേരളത്തിന്റെ കാറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുക. എത്ര ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിന് എത്ര ആളുകൾ ഒരുമിച്ച് നിന്നാലും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ കേരളത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാ പേളിമാണിയുടെയൊക്കെ ഈ അടിയുറച്ച നിലപാട് എന്നുള്ളതും കൃത്യമായിട്ട് തന്നെ സകല ആളുകളും, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധരായിട്ടുള്ള സകല ആളുകളും അങ്ങ് മനസ്സിലാക്കിക്കോളൂ.